എന്താ? അഡ്വക്കേറ്റ് രാജലക്ഷ്മി ഉണ്ടോ? ഉണ്ട്, ഇരിക്കും, ഇപ്പൊ വിളിക്കാം. ചേച്ചി അന്വേഷിച്ച് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. പെൺകുട്ടിയോ? ഈ രാത്രിയിൽ? നമസ്കാരം. ഇരിക്കും. മനസ്സിലായില്ല. എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം. അതെങ്ങനെ? എന്റെ പേര് സിന്ധു എന്നാ. ഞാൻ ഗുമസ്തൻ വേലുപ്പിള്ളയുടെ മകളാണ്. വേലുപ്പിള്ള എനിക്ക് നന്നായിട്ടറിയാം. പാവങ്ങളുടെയും സ്ത്രീകളുടെയും കേസ് മാത്രം എടുത്ത് അവർക്ക് നീതി കിട്ടുവാൻ കഠിനാധ്വാനം ചെയ്യാറുള്ള അവിവാഹിതയായ രാജലക്ഷ്മി വക്കീലിനെ കുറിച്ച് അച്ഛൻ എന്നും അഭിമാനത്തോടെ പറയാറുണ്ട്. എന്നെ കുറിച്ച് വളരെയധികം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിരിക്കട്ടെ. എന്താ ഈ രാത്രിയിൽ? ഞാൻ ചേച്ചിയെ കാണാൻ തന്നെ വന്നതാണ്. എന്റെ ജീവിത പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ. ചേച്ചിയോട് പറഞ്ഞാൽ എനിക്ക് എല്ലാ സഹായവും കിട്ടുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം സിന്ധുവിന് പറയാനുള്ളതൊക്കെ വ്യക്തമായി പറയും. ഞാൻ എന്ത് ചെയ്യണമെന്ന് പിന്നീട് ആലോചിക്കാം. പറയൂ. രവികുമാർ എന്നൊരു ചെറുപ്പക്കാരനും ഞാനുമായി കുറെ നാളുകളായി സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ കല്യാണം വരെ തീർച്ചപ്പെടുത്തി. അങ്ങനെ അയാൾ എന്നെ വഞ്ചിച്ചു. ഇപ്പോൾ അയാൾ പറയുന്നു എന്നെ കല്യാണം കഴിക്കാൻ സാധ്യമല്ലെന്ന്. എന്റെ അച്ഛനും അമ്മയും വിവരം അറിഞ്ഞു. അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു കല്യാണത്തിന് അവരെന്നെ നിർബന്ധിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ സഹായിക്കത്തക്ക വിധത്തിൽ ഒന്നും തന്നെ കാണുന്നില്ല. ഇതുപോലെ 100 കണക്കിന് കേസുകളാണ് ദിനംപ്രതി ഇവിടെ നടക്കുന്നത്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ദിനംപ്രതി ഈ നാട്ടിൽ നടക്കുന്നു. അതിനൊരു അവസാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ചേച്ചിയുടെ സഹായത്തിന് വന്നത്. എന്നുവെച്ചാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടവളാണെന്ന് തെളിയണം. അതിനു മുൻപ് എന്റെ വീട്ടുകാർക്കോ രവികുമാറിനോ പോലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം ഞാൻ പറയാം. ഞാൻ ഗർഭിണിയാണ്. ഈ സത്യം അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഭയന്നുപോയി. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. എന്നെ ഈ നിലയിലാക്കി രവികുമാറിനോട് എനിക്ക് പകരം വീട്ടണം. ഞാൻ ചെയ്ത തെറ്റിന് അവനും തുല്യ പങ്കുണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് 10 പേരുടെ മുന്നിൽ കോടതി മുഖേന എനിക്ക് നിരൂപിക്കണം. ചേച്ചി, എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. സിന്ധു ഒന്ന് മനസ്സിലാക്കണം. ഈ കേസുമായി സിന്ധു കോടതിയിൽ പോയാൽ സിന്ധുവിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്താകും. അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും അഭിമാനത്തിന് തന്നെ അത് ക്ഷതമേൽപ്പിക്കും. ചേച്ചി പറഞ്ഞ ഈ അഭിമാനത്തിന് വേണ്ടി പല പെൺകുട്ടികളും ചെയ്യാറുള്ളത് പോലെ ആത്മഹത്യ ചെയ്യാനോ കുഞ്ഞിനെ അനാഥാലയത്തിൽ വിട്ട് കടന്നു കളയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞിനെ ശിക്ഷിക്കാനും ഞാൻ തയ്യാറില്ല. ആ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ എന്റെ തെറ്റിന് തുല്യ പങ്കാളിയെ രവികുമാറും അതനുഭവിക്കണം. അവന്റെ കുടുംബത്തിന്റെ അഭിമാനം നശിക്കണം. അത് മാത്രമല്ല, പെൺകുട്ടികളെ കബളിപ്പിച്ച് അവരെ വഞ്ചിച്ച ശേഷം കല്യാണം കഴിക്കാൻ തയ്യാറാവാത്ത ആ നീചന് ഞാൻ അത്രയ്ക്ക് മടയല്ലെന്ന് എനിക്കറിയിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയും വക്കീലുമായ ചേച്ചി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞത്.
ചേച്ചി, എന്നെ കൈവിടരുത്. ചേച്ചി, എന്തിനാ കരയുന്നേ? മിടുക്കി, നിനക്കുള്ള ധൈര്യത്തിന്റെ 1% ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോകാണ്. സിന്ധു, നീ സമാധാനിക്ക. നിനക്ക് വേണ്ടി ഈ കേസ് ഞാൻ നടത്തും. വരൂ ചേച്ചി, ഭർത്താവിന്റെ സഹായമില്ലാതെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് എനിക്ക് വളർത്തണം. എനിക്ക് കല്യാണം വേണ്ട ചേച്ചി, ഒരുത്തന്റെ സിമ്പതിയും വേണ്ട. എന്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് തെളിയണം. ഞാൻ വഞ്ചിക്കപ്പെട്ടവളാണെന്ന് തെളിയിക്കണം. അതുമാത്രം മതി. സിന്ധു, പെൺകുട്ടികളുടെ ജീവിതം കൊണ്ട് പന്താടുന്ന ചില പുരുഷന്മാരെ പാഠം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ എന്ത് വില കൊടുത്ത് ഞാൻ സഹായിക്കും. ഡോണ്ട് വറി. താങ്ക് യു ചേച്ചി. ഇതിൽ സിന്ധുവിനുള്ള സാക്ഷികളുണ്ടോ? എന്റെ മനസാക്ഷി മാത്രമേ ഉള്ളൂ. അത് തെളിവാകില്ലല്ലോ. നിനക്ക് എത്ര വയസ്സായി? 17. 17. സോ യു ആർ സ്റ്റിൽ എ മൈനർ. അവന്റെ പേര് കേസ് കൊടുക്കാനുള്ള ഒറ്റ പോയിന്റ് ഇത് മതി. മൈനറായ നിന്നെ അവൻ വഞ്ചിച്ചു. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അവന്റെ അച്ഛനമ്മയാരാ? അഡ്വക്കേറ്റ് രാജശേഖരൻ നായരുടെ മകനാണ് രവികുമാർ. രാജശേഖരൻ നായരുടെ മകനാണ്. ഒരു പക്ഷെ മകനെ രക്ഷിക്കാൻ സ്വന്തം അച്ഛൻ തന്നെ കോർട്ടിൽ വാദിക്കാൻ വന്നേക്കാം. എനിവേ സിന്ധു, നീ ഒരു പ്രാവശ്യം കൂടി രവികുമാറിനെ കണ്ട് നീ ഗർഭവതിയാണെന്നുള്ള സത്യം പറയും. അതിനവൻ എന്ത് മറുപടി പറയുന്നു എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് കേസ് പ്രൊസീഡ് ചെയ്യാം. എന്തിനാ ചേച്ചി? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ, എന്തെങ്കിലും കാര്യമില്ലാതെ പറയുമോ? ശരി ചേച്ചി. നമ്മൾ തമ്മിലുള്ള ബന്ധം അന്നേ വെട്ടിമുറിച്ചതല്ലേ, ഇനി എന്തിനാ കാണുന്നത്? അങ്ങനെ നിസ്സാരമായി വേർപെടുത്താൻ പറ്റാത്തതാണ് നമ്മുടെ ബന്ധമെന്ന് പറയാനാണ് ഞാൻ വീണ്ടും വന്നത്. മനസ്സിലായില്ല. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. എനിക്ക് ആരുമില്ല. രവിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണം. സാധ്യമല്ലെങ്കിൽ? സാധിച്ചേ പറ്റൂ രവിയേട്ട. എന്തുകൊണ്ട്? ഞാൻ ഗർഭിണിയായതുകൊണ്ട്. കൊള്ളാം, നാടകം മനോഹരമായിരിക്കുന്നു. വേഗത്തിൽ വിവാഹം നടത്താൻ സ്ത്രീകളുടെ പക്കളുടെ ബ്രഹ്മാസ്ത്രമാണല്ലോ ഗർഭം. എടിവനെ, ഈ കഥയൊന്നും എന്നോട് നടക്കില്ല. ഇത് കഥയല്ല രവിയേട്ട, സത്യമാണ്. രവിയേട്ടനോടല്ലാതെ ഞാൻ മറ്റാരോട് പറയും? ഇത് പുറത്താകുന്നതിന് മുമ്പ് രവിയേട്ടൻ എന്നെ രക്ഷിക്കണം. എടി, നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് നിനക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല. വേറെ സാക്ഷിയൊന്നുമില്ലല്ലോ. ആ നിലയ്ക്ക് ഇത് പുറത്തറിഞ്ഞാൽ എനിക്കൊന്നുമില്ല. പക്ഷേ നിന്നെ ജനം വേശ്യെന്ന് വിളിക്കും. രവിയേട്ട, ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുന്നു, എന്നെ ഉപേക്ഷിക്കരുത്. വേണമെങ്കിൽ ഞാൻ മറ്റൊരു സഹായം ചെയ്യാം. ഗർഭമല്ലേ, ഡോണ്ട് വറി. ഇക്കാലത്ത് അതൊരു പ്രശ്നമല്ല. എന്താ ഡോക്ടർ ഫീസ് വേണോ? എന്റെ പട്ടിക്ക് വേണ്ടതാ നിന്റെ സഹായം. എടി, എത്രയായാലും ഞാൻ കടിച്ചു തൂപ്പി എച്ചിലാണ്ടി. നീ You bastard! പോടി.